വഹാബികൾ നടത്തുന്ന പരിഷ്കരണങ്ങൾ തികച്ചും അവിടുന്ന് തുടങ്ങിയതാണ്. അവരവരുടെ ഭാഷയിൽ ഖുത്ബ, സ്ത്രീകളുടെ ജമാഅത്ത് പോയിട്ട് സ്ത്രീകൾക്ക് പർദ്ദ തന്നെ ധരിക്കാൻ പാടില്ലാത്ത കോലം എല്ലാം നടക്കി ഇസ്ലാമിൽ ഏറ്റവും മോശമായ പരിഷ്കരണങ്ങൾ വരുത്തിയ ആളാണ് മുസ്തഫ കമാൽ. എന്നാൽ പിന്നെ അയാൾക്ക് ഷറഫുണ്ടാകണ്ടേ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മുടിയുള്ളത് മുസ്തഫ കമാലിൻ്റെ അടുത്താണ്. അതിന് മൂപ്പര് മറുപടി പറഞ്ഞു കളഞ്ഞു. ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. പറയാം, മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് നേരെ പറയാം. ഞാൻ ചോദിക്കുന്നത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനത്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനത് എന്താണ്? ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ പറഞ്ഞല്ലോ ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനത് വായിക്കും. സനത് വായിക്കും. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല. വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ. 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറയാം. മുസ്ലിംമാരെ പറയിക്കാൻ ഇമാതിരി ജാതികൾ ഇറങ്ങിപ്പുറപ്പെട്ട എന്താ ചെയ്യുക? എനിക്ക് മറുപടി പറഞ്ഞതാ. പൊന്നു മോനെ, കുസ്തുന്തീനിയ എന്ന് പറഞ്ഞാൽ തുർക്കിയ. ജനറൽ നോളേജ് മഹിളാമാർക്കില്ല എന്ന് പറയിക്കണോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് പോരെ ബാക്കിയുള്ള വർത്താനം. ഇയാൾ കുസ്തുന്തീനിയ കണ്ടപ്പോ വേഗം കോൺസ്റ്റന്റിനോപ്പിൾ തുർക്കിയിലാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് പറയാ താജ്മഹൽ ഇന്ത്യയിലാണ്. ആരാ പറഞ്ഞ ഇന്ത്യയിലാണ്? ഡൽഹിയിലാണ്, ആഗ്രയിലാണ് എന്ന് പറയും പോലെ ഉള്ള വിഡിത്തായി പറഞ്ഞു. ഇനി കഴിഞ്ഞില്ല ഈ മറുപടി. എത്രയാ പറഞ്ഞേ? 35 അല്ല, തിരുത്തിക്കോ 34. എന്നാ നിങ്ങൾ പറഞ്ഞ അക്കിതാബ് ഉണ്ടല്ലോ, അഹമ്മദ് തീമൂർ എഴുതിയ കിതാബിൽ കുസ്തുന്തീനിയ 43 എന്ന് പറഞ്ഞാൽ 43 മുസ്ലിയാരെ, 34 അക്കിതാബിൽ നിങ്ങൾ വായിച്ച സ്ഥലത്ത് തന്നെ ഉള്ളത് 43. ഇനി തലക്കുന്ന തുടങ്ങിക്കോ. 1ാം ക്ലാസ്സിൽ നിന്ന് വാഹിദ്, ഇസ്നാന്, സലാസ, അർബ, ഹംസ, സിത്ത, സബ്അ, 100 വരെ 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് മതി ഞങ്ങളെ അറബി പഠിപ്പിക്കാൻ നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് മതി 1ാം ക്ലാസ് കഴിയട്ടെ. ആദ്യം 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് മതി ഞങ്ങളെ അറബി പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ തിരുത്തി